എല്ലാവരും നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ. ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടിയത് 3ാം ക്ലാസ്സിൽ വെച്ചാണ്. അത് മൂത്തോന്നും പാലത്തിൻ്റെ കീഴെയുള്ള സ്കൂളിൽ, ചെറിയ സ്കൂളിൽ, അവിടെ ഇരുന്നത് മത്സരം ഉണ്ടായിരുന്നു. 1, 2ലൊന്നും അനങ്ങിയില്ല. പിന്നെ 3ാം ക്ലാസ്സിൽ വെച്ചാണ് ഒരു പാട്ട് പാടിയത്. ആ പാട്ട് അത്രയും വർഷത്തിന് മുന്നേ പാടിയത് ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാൻ ആ പാടി ഒപ്പിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. പാട്ട് ഇതാണ്: ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കടലും കരയും ഇണചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇപ്പം തന്നെ പാടിയിട്ട് ശരിയാവണില്ല. അപ്പം അന്നെങ്ങനെ പാടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാനും കഴിയും. പക്ഷെ എനിക്കത് ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി. സെക്കൻഡ് പ്രൈസ് ഒരു ടീച്ചറിൻ്റെ മോൻ അഭയ് ശർമ്മേൻ്റെ ഒരു ഏറ്റവും ഫസ്റ്റ് കൂട്ടുകാരനായിരുന്നു അഭയ് ശർമ്മ. പുള്ളി ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ടൊന്ന് കുറേ നാളായി. പിന്നെ തേർഡ് എൻ്റെ ചേച്ചിക്കാണ്, ഗിരിജ ചേച്ചിക്ക്. അപ്പോൾ അവർക്ക് അങ്ങനെ 3. അപ്പം ഞങ്ങൾക്ക് പറവൂർ ഉപജില്ലാ കലോത്സവം, ഇന്നിപ്പോൾ ഉപജില്ലാ കലോത്സവം എന്ന് പറയാം, അന്ന് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. അത് മത്സരത്തിന് അമ്പലത്തിന് അപ്പുറത്തുള്ള സ്കൂള്, ആ സ്കൂളിൽ കൊണ്ട് ആദ്യമായിട്ട് മൈക്കിലന്ന് ഞാൻ പാടിയത്. 1ാം സ്ഥാനം കിട്ടിയ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ആ സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് മൈക്കിൽ പാടിയത്. ആ മൈക്കിൽ പാടിയതിൻ്റെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. 3ാം ക്ലാസ്സിലാണെങ്കിലും ആ ഓർമ്മ എനിക്ക് കൊണ്ടുപോയി ചേർത്തതെന്ന് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും, പക്ഷേ 3ാം ക്ലാസ്സിൽ ആ മൈക്കിൽ പാടിയത് എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ്. അപ്പോൾ അഭയ് ശർമ്മയുടെ കൂടെയൊക്കെയാണ് ഞാൻ. അഭയ് ശർമ്മ ഫസ്റ്റ് ഇരിക്കും, സെക്കൻഡ് ഞാനാണ് ഇരിക്കുന്നത്. പഠിപ്പ് കൊണ്ടാണ് ഇരുത്തണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഠിപ്പ് കൊണ്ട് ഇരുത്താൻ വഴി കുറവാണ്, ഞാൻ പൊക്കം കുറവാണ്. അങ്ങനെ കൊണ്ട് നിർത്തിയതായിരിക്കും. അഭയ് ശർമ്മയുടെ അടുത്താണ്. എൻ്റെ ആദ്യത്തെ ഒരു കൂട്ടുകാരനാണ് അഭയ് ശർമ്മ. പുള്ളിക്ക് ഇപ്പം എന്നെ കാണാൻ പറ്റുമെന്നല്ല, എന്നെ അറിയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പം ഞാനിപ്പോൾ പാടാൻ പോയതെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ പാട്ട് ഈ പാട്ടായിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ഓക്കെ. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.